ഏതാണ്ട് ഒരു 11 മണിയോടുകൂടിയാണ് ഞങ്ങൾക്കൊരു വിവരം ലഭിക്കുന്നത്. ഇവിടുത്തെ CC ക്യാമറ നിരീക്ഷിക്കാനായി ഞങ്ങൾ 24 മണിക്കൂറും ഒരു സംഘത്തെ ചോദിച്ചുണ്ട്. ഷിഫ്റ്റ് എടുക്കുകയാണ്. അവരിൽ നിന്ന് വിവരം കിട്ടുന്നു കോഴിക്കോട് സൗത്തിന്റെ സുരക്ഷാ റൂമിന്റെ പരിസരം മുറി തുറന്നിട്ടുള്ളത്. അത് പ്രകാരം ഞാൻ കലക്ടർ വിളിക്കുന്നത്. കലക്ടർ പറഞ്ഞു ഇറ്റ് ഈസ് സംതിങ് സീരിയസ്, തിരിച്ചു വിളിക്കാന്ന് പറയുന്നു. തിരിച്ചു പറയുന്നതിനോട് അത് പേരാമ്പിലാണ് തുറന്നത്. അത് ഇത്ര ദുരൂഹതയാണ്. ഇതെന്തൊരു ഏർപ്പാട്? വെള്ളരിക്കപ്പെട്ടണോ? എന്താ ഏർപ്പാടാ ഇത്? MK രാഘവൻ MP, കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ എന്നിവരുടെ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്. ഇത് പുതിയ പ്രതികരണമല്ല, പഴയതാണ്. 2 ദിവസം മുമ്പ് പേരാമ്പ്രയിലെ സ്ട്രോങ് റൂം തുറന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു 2 നേതാക്കളും. ഈ 2 നേതാക്കളും സംഭവം എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ല. എന്നാൽ അറിഞ്ഞിരുന്നു എല്ലാം ഫാത്തിമ തഹ്ലിയ. അതിൻ്റെ രേഖകളാണ് പുറത്തു വന്നത്. ഫാത്തിമ തഹ്ലിയ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രോങ് റൂം തുറന്നത് എന്നാണ്. എന്നാൽ അതിരാവിലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഫാത്തിമ തഹ്ലിയെ വിളിച്ച് സംസാരിക്കുകയും ഫാത്തിമ തഹ്ലിയ തൻ്റെ ഭർത്താവിനെ ഏജന്റ് എന്ന നിലയിൽ സംഭവസ്ഥലത്തേക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഭർത്താവ് ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. ആ രേഖ പ്രേക്ഷകർക്ക് കാണാം. ഷെഹ്സാദ് ഒപ്പിട്ട് നൽകി UDFന്റെ പ്രതിനിധി എന്ന നിലയിൽ. എന്നിട്ടാണ് ഈ കളികൾ മുഴുവൻ കളിക്കുന്നത് ഫാത്തിമ തഹ്ലിയ എന്നാണ് മനസ്സിലായത്. ഒന്നുകിൽ ഫാത്തിമ തഹ്ലിയക്ക് ഒരു തെറ്റുപറ്റി, നേതാക്കളെ അറിയിക്കാൻ കഴിഞ്ഞില്ല. അതില്ലെങ്കിൽ ബോധപൂർവം മറച്ചുപിടിച്ചു പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കാൻ. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴാണ് നേതാക്കൾക്ക് മനസ്സിലായത് ഇതെല്ലാം തെറ്റായിപ്പോയി, പറഞ്ഞതെല്ലാം വെറുതെയായിപ്പോയി, കളിച്ച കളികളെല്ലാം മോശമായി പോയി എന്ന്. അതിനു മുമ്പ് തന്നെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസ് നിറഞ്ഞിരുന്നു. പേരാമ്പ്രയിലെ സ്ട്രോങ് റൂം തുറന്നു, അനുവാദമില്ലാതെയാണ് തുറന്നത്, രഹസ്യമായിട്ടാണ് തുറന്നത്. വൈറ്റ് ഗാർഡ് പ്രതിനിധികൾ, ആരാണ് വൈറ്റ് ഗാർഡ്? മുസ്ലിം ലീഗിന്റെ വണ്ടർമാരാണ്. അവർ കാവൽ നിൽക്കുന്നുണ്ട് പേരാമ്പ്രയിൽ സ്ട്രോങ് റൂമിന്. അവർ രഹസ്യമായി അവർ കണ്ടെത്തി ഈ രഹസ്യ നീക്കം എന്ന രൂപത്തിലൊക്കെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. അന്ന് തന്നെ വാർത്തകളുടെ ആയുസ് അവസാനിച്ചിരുന്നു. എന്നിരുന്നാലും തൊട്ടടുത്ത ദിവസവും മനോരമയിലും മറ്റു മാധ്യമങ്ങളിലുമൊക്കെ 1-ാം പേജിൽ വാർത്ത വരികയും ചെയ്തു. അനുവാദമില്ലാതെ രഹസ്യമായി സ്ട്രോങ് റൂം തുറന്നു, പേരാമ്പ്രയിൽ അട്ടിമറിക്ക് ശ്രമം എന്ന രൂപത്തിൽ. എന്നാൽ രാവിലെ 9 മണിക്ക് ഫാത്തിമ തഹ്ലിയെ റിട്ടേണിംഗ് ഓഫീസർ വിളിക്കുന്നുണ്ട്. ഇന്ന കാര്യത്തിന് മെറ്റീരിയൽ റൂം തുറക്കുന്നുണ്ട് എന്ന്. അതിന് ഒരു പ്രതിനിധിയെ അയക്കണം, സ്ഥാനാർത്ഥി നേരിട്ട് വരണം, വന്നില്ലെങ്കിൽ പ്രതിനിധിയെ അയക്കണം എന്ന്. അതനുസരിച്ചാണ് ഫാത്തിമ തഹ്ലിയ തൻ്റെ ഭർത്താവിനെ അയച്ചത്. എന്നാൽ ഫാത്തിമ തഹ്ലിയ അക്കാര്യം എവിടെയും പറയുന്നില്ല, മറച്ചു പിടിക്കുന്നു. അതിനുശേഷം പറയുന്നു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് എന്ന്. ഇതാണ് കള്ളക്കളി എന്ന് പറയുന്നത്. ഫാത്തിമ തഹ്ലിയയുടെ ഭർത്താവ് അവിടെ ചെല്ലുന്നു, ഒപ്പിട്ട് കൊടുക്കുന്നു, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോടൊപ്പം മെറ്റീരിയൽ റൂമിലേക്ക് കയറുന്നു. അവിടെ എന്താണ് നടക്കുന്നത് എന്നറിയുന്നു, തിരിച്ചു വരുന്നു. 1:50 തുറന്നതുപോലെ പൂട്ടുന്നു. ഇതെല്ലാം റെക്കോർഡാണ്, മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രേക്ഷകർക്ക് കാണാം. അതിൻ്റെ കോപ്പി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം വളരെ വ്യക്തമായും ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് മെറ്റീരിയൽ റൂം മാത്രമാണ് തുറന്നത്. സ്ട്രോങ് റൂം, വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂം തുറന്നിട്ടേ ഇല്ല എന്ന് ഇവർക്കെല്ലാവർക്കും അറിയാം. ഒന്നുമില്ലെങ്കിൽ ഫാത്തിമ തഹ്ലിയക്ക് എങ്കിലും അറിയാം. അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി നേതാക്കളോട് സംഭവം ഇങ്ങനെയായിരുന്നു എന്ന്. എന്നാൽ അതിനു മുമ്പ് തന്നെ വൈറ്റ് ഗാർഡ്, കാവൽ നിൽക്കുന്ന വൈറ്റ് ഗാർഡ്, മുസ്ലിം ലീഗിന്റെ വാളണ്ടിയർമാർ പേരാമ്പ്രയിൽ ഇലക്ഷൻ അട്ടിമറി നടക്കാതിരിക്കുന്നതിന് വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നുണ്ട് വൈറ്റ് ഗാർഡ്, മുസ്ലിം ലീഗിന്റെ വാളണ്ടിയർ. അവരോടെങ്കിലും പറയണ്ടേ ഇതാ തുറക്കുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് കയറുന്നുണ്ട് എന്ന്. അവരെ പോലും അവഗണിച്ചു ഫാത്തിമ തഹ്ലിയ. ലീഗ് നേതാക്കളോട് പറഞ്ഞില്ല, ചീഫ് ഏജന്റിനോട് പറഞ്ഞില്ല, കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞില്ല, മറ്റ് സ്ഥാനാർത്ഥികളോട് പോലും പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? വിട്ടുപോയതാണോ? പറയാൻ മറന്നതാണോ? പറയണ്ട എന്ന് വിചാരിച്ചതാണോ? ഇതൊക്കെ വിശദീകരിച്ചാൽ മതിയായിരുന്നു, അപ്പോൾ തീരുമായിരുന്നു പ്രശ്നം. അതൊന്നും വിശദീകരിക്കാതെ ഉരുണ്ട് കളിച്ചത് എന്തിന്? കിടക്കട്ടെ സർക്കാരിന് മുകളിൽ, പോലീസിന് മുകളിൽ, LDFന് മുകളിൽ ഒരു സംശയത്തിൻ്റെ നിഴൽ. അതല്ല, തോറ്റുപോകുമെന്ന് ഏതാണ്ട് ഉറപ്പുണ്ട്. തോറ്റുപോയാൽ അത് അട്ടിമറിയിലൂടെയാണ് എന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കാനുള്ള ശ്രമമായിരുന്നോ ഫാത്തിമ തഹ്ലിയ നടത്തിയത് എന്ന ചോദ്യമൊക്കെ ഇവിടെ ഉയരുന്നുണ്ട്. എന്തായാലും ഫാത്തിമ തഹ്ലിയ ഇത് സംബന്ധിച്ച് വ്യക്തമായ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് കോൺഗ്രസ് നേതാക്കൾക്ക്, മുസ്ലിം ലീഗ് നേതാക്കൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു. അതിലാണ് അവർ ഫാത്തിമ തഹ്ലിയയുടെ നടപടിയിൽ അതൃപ്തി രേഖപ്പെടുത്തിയത്. അതുകൊണ്ടാണ് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവനയൊക്കെ ഇറക്കിയത്.
അതൊക്കെ നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി. പക്ഷേ ഇപ്പോഴും വലിയ പ്രചാരണം നടത്തുകയാണ്. സ്ട്രോങ് റൂം തുറന്നു, അനുമതിയില്ലാതെ തുറക്കുന്നു, 1 അല്ല 2 അല്ല 3 അല്ല വിവിധ സ്ഥലങ്ങളിൽ തുറക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ. അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ. ഇതെല്ലാം ഒരു നാടകമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും വൈകിയ വേളയിലെങ്കിലും കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കണം, മുസ്ലിം ലീഗ് നേതാക്കൾ മനസ്സിലാക്കണം എന്നേ പറയാനുള്ളൂ.